ഇതൊന്നും ഇന്നും മലയാളികൾ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രം അത് തന്നെയാണ്. എപ്പോഴും കാണുമ്പോൾ ബാലേട്ടനിൽ അഭിനയിച്ചതല്ലേ എന്നുള്ളതാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നെ മമ്മൂക്കയുടെ പേരായിരുന്നു പരുന്ത്. പിന്നെ സൗണ്ട് ഓഫ് ബോട്ടിൽ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ അതിൽ 2 നായികമാരിൽ ഒരാളായിരുന്നു. അതുകൂടാതെ പിന്നെ വിജയ് സാറിൻ്റെ ശിവകാശിയിലെ ദീപാവലി സിനിമയായിട്ട് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ഇറങ്ങിയ മൂവിയാണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരുന്ന ആദ്യമായിട്ട് നമ്മൾ അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആദ്യമായി ചെയ്ത സിനിമ ബാലേട്ടനിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം ഞാൻ ആദ്യമായി ഒരു കൊച്ചുകുട്ടിയായിട്ട് ചെന്ന് തുടങ്ങുന്നത് തന്നെ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടിയാണ്. അപ്പം അതായത് അതിനകത്ത് ലാലേട്ടൻ മെയിനായിട്ടും, പിന്നെ അതിനകത്ത് ഇന്നസെൻ്റ് അങ്കിള്, നെടുമുടി വേണു അങ്കിള്, സുധീഷ് ഏട്ടൻ, ഭവാനി ആൻറ്റി, ദേവയാനി ചേച്ചി, ജഗതി അങ്കിൾ, ഇങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഈ പുതുമുഖം ചെന്ന് നിൽക്കുന്നത്. റീവൈൻ വിത്ത് റിയാസിലെ 3rd എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഗസ്റ്റായിട്ട് വന്നേക്കുന്ന കൃഷ്ണ സജിത്താണ്. കൃഷ്ണ സജിത്ത് എന്നുള്ള പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. ലക്ഷണ നമ്മുടെ മലയാള സിനിമയിലെ 2 സൂപ്പർ സ്റ്റാർ, 3 സൂപ്പർ സ്റ്റാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 3 സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിജയിയുടെ തമിഴ് സിനിമ, തെലുങ്ക് സിനിമകൾ, അങ്ങനെ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ട് പെട്ടെന്ന് ഒരു കരിയർ ബ്രേക്ക് എടുത്ത് പോയ ലക്ഷണയാണ് ഇന്ന് എൻ്റെ ഗസ്റ്റായിട്ട് വന്നേക്കുന്നത്. സോ വെൽക്കം കൃഷ്ണ സജിത്ത് റീവൈൻ വിത്ത് റിയാസിലെ ഷോയിലേക്ക്. താങ്ക് യു വെരി മച്ച് റിയാസ്. ഞാൻ 3 സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിച്ചു. അത് ഒന്ന് ലാലേട്ടൻ്റെ ബാലേട്ടൻ, അതിൽ സഹോദരിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടാണ് അഭിനയിച്ചത്. ഇതൊന്നും ഇന്നും മലയാളികൾ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രം അത് തന്നെയാണ്. എപ്പോഴും കാണുമ്പോൾ ബാലേട്ടനിൽ അഭിനയിച്ചതല്ലേ എന്നുള്ളതാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ മമ്മൂക്കയുടെ പേരായിരുന്നു പരുന്ത്. പിന്നെ സൗണ്ട് ഓഫ് ബോട്ടിൽ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ അതിൽ 2 നായികമാരിൽ ഒരാളായിരുന്നു. അതുകൂടാതെ പിന്നെ വിജയ് സാറിൻ്റെ ശിവകാശിയിലെ ദീപാവലി സിനിമയായിട്ട് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ഇറങ്ങിയ മൂവിയാണ്. അതെ, സിസ്റ്ററാണ്. പക്ഷെ അതാണ് അതിലെ സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 10 താഴെ സിനിമകളാണെങ്കിൽ പോലും സൗത്ത് ഇന്ത്യയിലെ മെയിൻ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെയെല്ലാം ആക്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നല്ലേ. അതിനിടയ്ക്ക് ഒരു കരിയർ ബ്രേക്ക് എടുത്ത് പോയി. ഇത്രയും സിനിമകൾ ആക്ട് ചെയ്തപ്പം ഏറ്റവും അതാണ് മെമ്മറബിൾ സിനിമയായിട്ട് തോന്നുന്നത് ഏതെങ്കിലും ഒരു മൂവിയോ അല്ലെങ്കിൽ ലൊക്കേഷൻസോ ഏതാണ് കൃഷ്ണ? തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരുന്ന ആദ്യമായിട്ട് നമ്മൾ അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആദ്യമായി ചെയ്ത സിനിമ ബാലേട്ടനിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം ഞാൻ ആദ്യമായി ഒരു കൊച്ചുകുട്ടിയായിട്ട് ചെന്ന് തുടങ്ങുന്നത് തന്നെ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെയാണ്. അപ്പം അതായത് അതിനകത്ത് ലാലേട്ടൻ മെയിനായിട്ടും, പിന്നെ അതിനകത്ത് ഇന്നസെൻ്റ് അങ്കിള്, നെടുമുടി വേണു അങ്കിള്, സുധീഷ് ഏട്ടൻ, ഭവാനി ആൻറ്റി, ദേവയാനി ചേച്ചി, ജഗതി അങ്കിൾ, ഇങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഈ പുതുമുഖം ചെന്ന് നിൽക്കുന്നത്. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു ബാലേട്ടൻ. രണ്ടാമത് ആ സിനിമയിൽ സിസ്റ്റേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സിനിമയുടെ തീം തന്നെ എന്താണ്, സഹോദര ബന്ധത്തിൻ്റെ ഒരു തീമാണല്ലോ ഫൈനലി അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ എനിക്ക് ഒരു കുഞ്ഞായിരിക്കുന്ന ഒരു സമയത്ത് ഇത്രയും ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ള അതൊരു വലിയ ഓർമ്മയാണ്. പിന്നെ രണ്ടാമത് സിനിമ എപ്പോഴാണ് കുറച്ച് സീരിയസ് ആയതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ശിവകാശി. കാരണം മലയാള സിനിമയിലെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ ഡാഡി DYSP ആയിരുന്നു, ഡാഡിയുടെ ബന്ധത്തിലൂടെയൊക്കെ എല്ലാം ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ പല കണക്ഷനിലൂടെയൊക്കെ ഇങ്ങനെ സിനിമകൾ വന്നിട്ടുണ്ട്. പലതും ചിലപ്പോൾ ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്, ചിലത് ചെയ്തിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ പോയപ്പോൾ തീർത്തും ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയർ, പുതിയൊരു ലാംഗ്വേജാണ്, നമുക്ക് പരിചയമുള്ള ആരുമില്ല. അവിടെ ചെന്നപ്പോഴാണ് സിനിമ കുറച്ച് സീരിയസ് ആവുന്നത്. കുറച്ചും കൂടി ഞാനൊരു ഇത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഞാൻ കാണണം എന്ന് മനസ്സിലാകുന്നത് തമിഴ്നാട്ടിൽ ചെന്ന ശേഷമാണ്. എനിക്ക് തോന്നുന്നു പേരരശായിരുന്നു അതിന് ഡയറക്ടർ. തിരുപ്പാച്ചി സിനിമയ്ക്ക് ശേഷം പുള്ളി ചെയ്തൊരു സിനിമയാണ് ശിവകാശി. രണ്ടും ആ ഒരു ലിറ്ററലി ലൈക്ക് എന്താണ് തങ്കച്ചി പാസം. തിരുപ്പാച്ചി അത്ര ഹിറ്റായതാണ്. സിസ്റ്ററുമായിട്ടുള്ള റിലേഷനാണല്ലോ ആ സിനിമയുടെ തീം തന്നെ. അതുപോലെ അല്ലെങ്കിൽ പോലും
ആ ഒരു അതുപോലെ കൈൻഡ് ഓഫ് റോൾ തന്നെയാണ് ഇതിനകത്തും സഹോദരിയും അമ്മയും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സഹോദരി ഇലക്ഷൻ നിർത്തി ജയിപ്പിക്കുക, എന്നിട്ട് പഴയ റിവെഞ്ച് ഒക്കെ തീർക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനിക്ക് വളരെ ഓർമ്മയുണ്ട്. ദീപാവലിക്ക് ഇറങ്ങിയ എനിക്ക് തോന്നുന്നു ദീപാവലിയുടെ ഒത്തിരി പ്രൊമോഷൻസും ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരുന്നു. അതെ അതെ അതെ. ഇന്നും എനിക്ക് തോന്നുന്നു ഇന്നും തമിഴ്നാട്ടിലൊക്കെ പോവോ അല്ലെങ്കിൽ ഇപ്പോൾ പോത്തീസിലൊക്കെ ചെല്ലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികൾ ഇന്നും തിരിച്ചറിയാറുണ്ട് ശിവകാശിയിലെ സിസ്റ്റർ എന്നുള്ള കാര്യം. നമുക്ക് അങ്ങനത്തെ കൈൻഡ് ഓഫ് റോൾസ് എപ്പോഴും അവരെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് തമിഴിയൻസ്. അതൊരു വലിയ ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റും. മമ്മൂക്കയുടെ നായികയായിട്ട്, ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ട്, സുരേഷ് ഗോപിയുടെ ഒരു ഹീറോയിനായിട്ട്, അതുപോലെ വിജയുടെ സിസ്റ്ററായിട്ട് ചെയ്തതെല്ലാം അത്യാവശ്യം എന്താണ് വെൽ നോൺ ആക്ടേഴ്സിൻ്റെ നല്ല സിനിമകളുടെ പാർട്ടാകാൻ പറ്റി. അതിനിടയ്ക്ക് ഒരു 10 താഴെ സിനിമകൾ ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു കരിയർ ബ്രേക്ക് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? ഞാൻ കൃഷ്ണ എന്ന് തന്നെ വിളിക്കുന്നു. ലക്ഷണ എന്നാണ് ശരിക്കും സിനിമയിലെ കൃഷ്ണ സൈത്തിൻ്റെ പേര്. പക്ഷേ കൃഷ്ണ സൈത്ത് എന്നുള്ള ഒഫീഷ്യൽ നെയിമാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പോൾ കൃഷ്ണ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കാരണം ഞാൻ പരുന്ത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇതിനിടയ്ക്ക് എസ് ജെ സൂര്യയുടെ നായികയായിട്ട് തിരുമകൻ എന്നൊരു സിനിമയും കൂടി ചെയ്തിരുന്നു തമിഴിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പരുന്ത് ചെയ്യുന്നത്. പരുന്ത് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് എനിക്കൊരു നല്ല പ്രപ്പോസൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനും ഒട്ടും മെൻ്റലി അല്ലായിരുന്നു. കാരണം ആ സമയത്ത് ഒരുപാട് സിനിമകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സിനിമകൾ കണ്ടിന്യൂ ചെയ്യണോ അതോ നമ്മുടെ ഫാമിലി ലൈഫായിട്ട് അങ്ങനെയാണെന്നുള്ളതൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ വീട്ടിൽ നിന്ന് പിന്നെ നല്ല പ്രഷറായി. ഓക്കെ മതി, ഇനിയിപ്പം ഇത്ര സിനിമകളൊക്കെ ചെയ്തത് മതി, ആഗ്രഹത്തിന് ചെയ്തില്ലേ, ഇനിയിപ്പോൾ നമുക്കൊരു ഫാമിലിയൊക്കെ അത്യാവശ്യമാണ് എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു നല്ല പ്രപ്പോസൽ ആ സമയത്ത് വന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞങ്ങൾക്ക് തമ്മിൽ വളരെയധികം നല്ലൊരു കണക്ഷൻ ഫീൽ ചെയ്തു. പിന്നെ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഫാമിലി ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞ് ഞാനൊരു ഫാമിലി ഗേളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് ഓക്കെ ഡാഡി പറയുന്ന പോലെ അത്യാവശ്യം സിനിമകൾ ഞാൻ ചെയ്തു. എന്നാൽ പിന്നെ അതായത് ഒരു കരിയർ ബ്രേക്ക് എടുക്കാൻ റീസൺ എന്ന് പറയുന്നത് ഫാമിലി ലൈഫും പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കൃഷ്ണ. അപ്പം സിനിമ കുറച്ച് ചെയ്തു. ഓക്കെ അടുത്തൊരു ഫേസിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പേഴ്സണലിയും കൂടെ ഉള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ്. അതെ അതെ. അപ്പോഴേക്കും LLB കംപ്ലീറ്റ് ആയി. പിന്നെ ഹൈക്കോടതിയിൽ ലോ ചെയ്ത ഹൈക്കോടതിയിൽ എറണാകുളം ഹൈക്കോടതിയിൽ അവിടെ ബാർ കൗൺസിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ടുണ്ടോ അതോ ഇല്ല, അത് ഉടനെ കഴിഞ്ഞ ഉടനെ കല്യാണം പിന്നെ അങ്ങ് പോവല്ലേ. അപ്പോൾ ലാസ്റ്റ് ചെയ്ത് എസ് ജെ സൂര്യയുടെ അല്ല അത് കഴിഞ്ഞ് പരുന്തായിരുന്നു ലാസ്റ്റ് സിനിമ. ഓക്കെ. പരുന്തിനൊരു ആക്ച്വലി ഒരു പ്രത്യേകതയുണ്ട്. മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 12 മണിക്കെങ്ങാണ്ട് ആ ദിവസത്തെ ഏർലി മോർണിംഗ് 12 മണിക്ക് ഷോ വെച്ചിട്ടുള്ള ഫാൻസ് വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. സോ അങ്ങനെ ഒരു പ്രത്യേകത ആ സിനിമയ്ക്കുണ്ട്. പിന്നെ മമ്മൂട്ടി ഒരു നെഗറ്റീവ് ക്യാരക്ടറിലോട്ട് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റോളല്ല പുള്ളി അത് ചെയ്തത്. ഒരു നെഗറ്റീവ് റോളിലോട്ടാണ് ലാസ്റ്റ് സ്വിച്ച് ആവുന്നുണ്ട്. സ്റ്റിൽ അതിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കഥാപാത്രമാണ്. അപ്പം 10 താഴെ സിനിമകളാണ് ടോട്ടലി അഭിനയിച്ചിട്ടുള്ളത് അല്ലേ? വളരെ കുറച്ച് സിനിമകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. തെലുങ്കിൽ ഞാൻ 2 സിനിമ ചെയ്തിട്ടുള്ളൂ. അതിൽ മെയിൻ സിനിമ ഏക് പോലീസ് എന്ന് പറഞ്ഞിട്ട് കോട്ട ശ്രീനിവാസ് റാവു സാർ അവിടുത്തെ ഒരു ഹിറ്റ് ഡയറക്ടറാണ്. പുള്ളിയുടെ മൂവിയാണ് ചെയ്തത്. അപ്പം എസ് ജെ സൂര്യ, കോട്ട ശ്രീനിവാസ് അത്യാവശ്യം വർക്ക് ചെയ്ത എല്ലാം നല്ല ആൾക്കാരുടെ കൂടെയാണ്. നമുക്ക് VM ബിനു സാറിനെ എടുത്തു പറയണം. ബാലേട്ടനിലെ ഫസ്റ്റ് എൻട്രി ആ ഒരു സിനിമയിലൂടെ, അതും ബ്ലോക്ക് ബസ്റ്റർ മൂവി. പിന്നെ പരുന്ത് പത്മകുമാർ സാറായിരുന്നു. പിന്നെ ഞാൻ അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമയിൽ ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സത്യനന്ദിക്കാട് സാറായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഡാഡിയുടെ കണക്ഷൻസാണ്. ഡാഡിക്ക് പരിചയം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതെല്ലാം കുറച്ച് നല്ല വ്യക്തികളുമായിട്ട് ചേർന്ന് സിനിമകൾ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യം. ഇതിനിടയ്ക്കാണ് ഇപ്പം നമ്മൾ സംസാരിച്ച പോലെ ആ ഒരു കരിയർ ബ്രേക്ക് വന്നു, കല്യാണം കഴിഞ്ഞു, ഖത്തറിലോട്ട് റീലൊക്കേറ്റ് ചെയ്തു. പക്ഷേ കൃഷ്ണ എന്നുള്ളൊരു ആർട്ടിസ്റ്റ് ഒരു ഡാൻസർ കൂടെയല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഡാൻസിങ് എങ്ങനെ ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തതും. ഞാനൊരു 3 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. ചെറിയ പ്രായം തൊട്ട് എനിക്ക് ഡാൻസ്, ഞാനും എൻ്റെ സിസ്റ്ററും ഞങ്ങൾ 2 പേരും ഞങ്ങൾ ഉറക്കത്തിൽ പോലും ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികളായിരുന്നു. കാരണം മമ്മി എപ്പോഴും പറയും ഒന്ന് അടങ്ങിയിരിക്കും കുട്ടികളെ, എപ്പോഴും ഇങ്ങനെ ഡാൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ്, ഞങ്ങളുടെ ജീവനാണ് ഡാൻസ്, ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് ഒരിക്കലും മുടക്കിയിട്ടില്ല, ഡാൻസ് ക്ലാസ് മുടക്കിയിട്ടേ ഇല്ല. അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ മമ്മിക്കാണ്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കണം. അത് മമ്മിക്ക് മറ്റൊന്നും ചെയ്തില്ലെങ്കിലും മമ്മിക്ക് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകാന്നുള്ളത് മേ ബി അതുകൊണ്ടായിരിക്കാം അത് ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു മേജർ പാർട്ടായിട്ട് മാറി.
അപ്പോൾ കല്യാണം കഴിഞ്ഞ് അവിടെ ഖത്തറിൽ ചെല്ലുമ്പോഴും എനിക്ക് തോന്നുന്നു ആദ്യമൊന്നും എനിക്ക് കുറച്ച് നാൾ എനിക്കൊരു ബ്രേക്ക് വേണമായിരുന്നു. സീരിയസ്ലി ഐ വോണ്ടഡ് ടു ടേക്ക് എ ബ്രേക്ക്. കാരണം ഒത്തിരി സിനിമകൾ അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിവാഹം കഴിയുന്നത്. അപ്പം എനിക്കൊരു ബ്രേക്ക് വേണമായിരുന്നു. ഞാൻ വേണമെന്ന് വെച്ച് തന്നെ എടുത്തൊരു ബ്രേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പക്ഷേ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ബോറടിക്കാൻ തുടങ്ങി. കാരണം ഒരു ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫിൽ നിന്നാണ് നമ്മൾ ഫാമിലി ലൈഫിലേക്ക് വന്നത്. ശരിയാണ്, അത് കുറേ എൻജോയ് ചെയ്തു. പക്ഷേ പിന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഒന്നും ചെയ്യാനില്ലാണ്ടിരിക്കുന്ന ഒരു ടൈമിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നത് എനിക്കൊന്ന് ഡാൻസ് ചെയ്താൽ കൊള്ളാം. അപ്പോൾ എനിക്ക് എന്താ ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? ഖത്തറിലാണ് നമുക്കൊന്നും ചെയ്യാനില്ല. അവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് പുള്ളി എന്നോട് പറയുന്നത്, ഓക്കെ നിനക്ക് പെർഫോമൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മേ ബി ഈസൻറ്റ് ഇറ്റ് ബെറ്റർ ദാറ്റ് വി സ്റ്റാർട്ട് എ ഡാൻസ് സ്കൂൾ സോ ദാറ്റ് നിനക്ക് നിൻ്റെ ഈ ഒരു പാഷൻ, കാരണം എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ പ്യുവർ ആർട്ട് ഫോമിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഓത്തൻറ്റിസിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഇന്നത്തെ കാലത്ത് എന്തൊക്കെയോ ആണ് കുട്ടികൾ ചെയ്യുന്നത്. അവർക്കൊരു പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പുറത്തൊക്കെ ഉള്ള കുട്ടികൾക്ക് ആ ഒരു പെർഫെക്ഷൻ എന്നൊരു സാധനം പലപ്പോഴും കാണാറില്ല, ഗ്രേസ് എന്നൊരു സാധനം കാണാറില്ല, എക്സ്പ്രഷൻസ് കാണാറില്ല. കുട്ടികൾ എന്തൊക്കെയോ ചെയ്തു പോവുകയാണ്. അപ്പം ഓത്തൻറ്റിക് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഐ തിങ്ക് യു ഷുഡ് സ്റ്റാർട്ട് എ ഡാൻസ് സ്കൂൾ ഹിയർ. അങ്ങനെ പുള്ളിയുടെ ഒരു സപ്പോർട്ടിലാണ് ഒരു ഡാൻസ് സ്കൂൾ 2016 ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടുതലും മലയാളി സ്റ്റുഡൻസ് ആയിരുന്നു അതോ? അവിടെ കൂടുതലും മലയാളി സ്റ്റുഡൻസ് തന്നെയാണ്. അതെ അതെ. സോ അത് എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത വർഷം തന്നെ നല്ല രീതിയിലായിരുന്നു റെസ്പോൺസ്. സ്റ്റാർട്ട് ചെയ്ത വർഷം തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 200-250 സ്റ്റുഡൻസോട് കൂടിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ആ രീതിയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തപ്പോൾ തന്നെ കുട്ടികൾ നല്ല രീതിയിൽ വന്ന് ജോയിൻ ചെയ്യും ഒക്കെ ചെയ്തു. നല്ല രീതിയിൽ പോകുന്നൊരു സ്കൂളായിരുന്നു. കൊറോണ വരെ വളരെ നല്ല രീതിയിൽ പോകുമായിരുന്നു. പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾക്ക് എല്ലായിടത്തും എഫക്റ്റഡായി. അതുപോലെ ഞങ്ങളുടെ സ്കൂളിനെയും കുറച്ച് ബാധിച്ചു. പക്ഷേ പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ നടക്കത്തില്ലായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ കുറേയൊക്കെ കണ്ടിന്യൂ ചെയ്തു ക്ലാസ്സസ്. ഈ ബിഗ് സ്ക്രീനിൽ നിന്ന് പെട്ടെന്ന് ഒരു ഡാൻസ് സ്കൂളിൽ ഒരു ഡിഫറെൻറ്റ് കരിയറിലോട്ടാണ് മൂവ് ചെയ്തത്. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു മേജർ ചലഞ്ച് എന്തായിരുന്നു? മേജർ ചാലഞ്ച് എന്ന് പറയുന്നത് ബിക്കോസ് എല്ലാവരും ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ കണ്ണിലാണ് നമ്മളെ കാണുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവർ വിചാരിക്കുന്ന ഒരു മൂവിയിലൊക്കെ ചേരും ഒരു ഫിലിം സ്റ്റാറാണ് എന്നുള്ള. നമ്മൾ ഫിലിം സ്റ്റാറിനപ്പുറം നമുക്കൊരു വ്യക്തിത്വമുണ്ട്. നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമ്മളൊരു കരിയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആർട്ടിസ്റ്റായിരുന്നു. ബട്ട് അത് കഴിഞ്ഞ് എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ പേരൻസൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ദേ ടോക്ക് ആസ് എഫ് ഐ എം എ സെലിബ്രിറ്റി. അപ്പോൾ അവിടെയാണ് ഞാൻ ചില ചാലഞ്ച്. അപ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അവരോട് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ട്രൈ ടു ടോക്ക് ലൈക്ക് ഒരു സെലിബ്രിറ്റിയോട് സംസാരിക്കുന്ന പോലെ. അപ്പം ഞാൻ പലപ്പോഴും എനിക്ക് ചിന്തിച്ചിട്ടുണ്ട് കാരണം ഒരു സെലിബ്രിറ്റിയുടെ ലൈഫ് എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആൾക്കാർ ആ ഒരു കണ്ണിലാണ് കാണുന്നത്, ഓ ഷീസ് എ സെലിബ്രിറ്റി അങ്ങനെ ഒരു രീതി. അല്ല, പ്രത്യേകിച്ച് 4 സൂപ്പർ സ്റ്റാറോട് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് അല്ലേ? അത് ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ പിന്നെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ എൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നൊരു. അപ്പം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് അവർക്കൊരു ഡിസിപ്ലിൻ വേണം. മോർ ദാൻ ഡാൻസ് എൻ്റെ അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു ഡിസിപ്ലിൻ വേണം, അവർക്കൊരു മോറൽ വാല്യൂസ് അവർ അറിഞ്ഞിരിക്കണം. കുറേ കാര്യങ്ങൾ അവർ പഠിച്ചിട്ട് വേണം എൻ്റെ അടുത്തുനിന്ന് പോകാൻ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ചാലഞ്ച് ഞാൻ ഫേസ് ചെയ്ത് എപ്പോഴും കുട്ടികളും പേരൻസും നമ്മളെ ഒരു ആർട്ടിസ്റ്റായിട്ട് കാണുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് ആദ്യ സമയങ്ങളിലൊക്കെ പിന്നെ ഞാൻ തന്നെ അവരോടത് പറയാൻ തുടങ്ങി. ഞാനൊരു ടീച്ചറാണ് അല്ലെങ്കിൽ ഞാനിവിടുത്തെ പ്രിൻസിപ്പളാണ്. These are the things I want to follow in my academy. This is what I want. This is how I want. അപ്പോൾ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറയാൻ തുടങ്ങിയ ശേഷം പിന്നെ അവർക്ക് മനസ്സിലായി. അതായത് അതുവരെ അവരൊരു സെലിബ്രിറ്റിയുടെ കൂടെ ഡാൻസ് പഠിക്കാൻ വരുന്നതായിരുന്നു. പിന്നെ ഡാൻസ് ടീച്ചറിലോട്ട് മൂവ് ആയി. ഡാൻസ് ടീച്ചർ അല്ല, ഐ വാസ് എ പ്രിൻസിപ്പൽ, അക്കാഡമി പ്രിൻസിപ്പലാണ്. ഒത്തിരി സമയം അവർക്ക് സമയമെടുക്കും, എനിക്ക് സമയം എടുക്കത്തില്ല. ബിക്കോസ് ഞാൻ സിനിമ വിട്ടപ്പോൾ തൊട്ട് ഞാൻ സിനിമ വിട്ടു. പിന്നെ ഞാനൊരു ഫാമിലി വുമനാണ്. ഞാനൊരു ഭാര്യയാണ്, ഞാൻ 2 കുട്ടി. അപ്പോൾ എനിക്കൊരു മോളേ ഉള്ളൂ, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അപ്പം എൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഡിഫറെൻ്റാണ്. ഞാൻ വേറൊരു വ്യൂ പോയിന്റിലാണ് ഞാൻ കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പിന്നെ ഒരു ഓഫീസിൽ പോയി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു LLB ഗ്രാജുവേറ്റ് ആണ്, MBA ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പോയിട്ടൊരു കമ്പനി പോയി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ആൾക്കാർ നമ്മളെ കാണുന്നത് ഒരു സെലിബ്രിറ്റി. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചില ചാലഞ്ചസ് ആണ് നമുക്ക് എപ്പോഴും. എനിക്കൊന്ന് കുറച്ച് ആർട്ടിസ്റ്റിന് അങ്ങനെ വന്നിട്ടുണ്ട്. ചില പ്രൊഫൈലിൽ നിന്നിട്ട് സിനിമയിലോട്ട് വന്നതിന് ശേഷം വീണ്ടും ആ പ്രൊഫൈലിൽ പോകുമ്പോൾ ഉള്ള ഒരു വ്യത്യാസങ്ങൾ. അപ്പോൾ ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു.
ഈ ഒരു സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കോവിഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ലോകം തന്നെ വേറൊരു രീതിയിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണയുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കൃഷ്ണ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, കാരണം അതൊരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് കരുതി. കാരണം ഓൾറെഡി ഇപ്പോൾ ഒരുപാട് പേർക്ക് അതിനെപ്പറ്റി അറിയാം. ഞാൻ ഒരു രണ്ട് ചാനലിലൊക്കെ പറഞ്ഞിട്ടൊക്കെ അവർക്ക് അറിയാം. 2020 എനിക്ക് സെക്കൻഡ് ബേബി, എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് എൻ്റെ മോൻ ജനിക്കുന്ന ആ സമയത്താണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും ഇത് അറിയില്ല, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെന്നുള്ള കാര്യം അറിയില്ല. പലരും ചിന്തിക്കുന്നത് ഓക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ കുട്ടി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, ഫുൾ ടൈം കരയുക, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന്ന് പലർക്കും തിരിച്ചറിയില്ല. ഡെലിവറി കഴിഞ്ഞിട്ടൊരു പെൺകുട്ടി അവൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു, അവൾ ഫുൾ ടൈം കരയുന്നു, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നേരവണ്ണം നോക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് എന്നുള്ളത് ആൾക്കാർ കുറ്റപ്പെടുത്താനേ പലപ്പോഴും ശ്രമിക്കുന്നത്. ആ പെൺകുട്ടി എന്താ കടന്നു പോകുന്നത് എന്നുള്ളത് പലരും ചിന്തിക്കാറില്ല. ആ ഒരു കാലഘട്ടത്തിലൊന്നും ഇതിനെക്കുറിച്ച് അത്രയും ആൾക്കാർക്ക് അറിയില്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് അവയർനെസ് ഉണ്ട്. ഇത് എല്ലാവരുടെയും ഒരു പാർട്ട് ഓഫ് ലൈഫാണെന്ന് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. പ്രത്യേകിച്ച് ഇപ്പം ഇൻക്ലൂഡിങ് കൃഷ്ണയെ പോലെ ഒത്തിരി സെലിബ്രിറ്റീസ് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കുട്ടിക്കാലത്തും അല്ലാതെ അവരുടെ ഒരു കരിയറിൻ്റെ ചില ഫേസിൽ അവർക്കുണ്ടായത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഇത് ശരിക്കും ഒരു പ്രശ്നമുള്ളതാണ് എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെ ഒത്തിരി ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി സെലിബ്രിറ്റീസ് തന്നെ അവരുടെ ലൈഫിൽ പല ഫേസസിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും ഇതൊരു അവയർനെസ് പ്രോഗ്രാമാണ്. അതുപോലെ കൃഷ്ണയും വളരെ ഓപ്പണായിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു മോശം വിചാരിക്കേണ്ട കാര്യമോ അതൊരു വലിയൊരു അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇത് വളരെ നിസ്സാരപ്പെട്ടൊരു കാര്യമാണ്. എല്ലാവരും ഇത് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവൾക്ക് സ്വാഭാവികമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാണുകയാണെങ്കിൽ ഭർത്താവായാലും വീട്ടുകാരായാലും മനസ്സിലാക്കാൻ ആ കുട്ടി എന്തോ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവാണ്. മേ ബി അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിലേക്ക് കടക്കുമായിരിക്കാം എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഒരു സഹായമാണ് ആ സമയത്ത് ആവശ്യം. എന്താ പ്രശ്നം ചോദിക്കുക, ഒരു സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് ആ കുട്ടിയെ കുഞ്ഞിനെ നോക്കാൻ സഹായിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊന്നും വേണ്ടില്ല, ഇവർക്ക് കുറേ കാര്യങ്ങൾ പറയാനോ ചിലപ്പോൾ ഒന്ന് പൊട്ടിക്കരയാനോ ഒക്കെ ആയിരിക്കും ആവശ്യം. ആ സമയത്ത് ഒരു ഹെൽപ്പ് കൊടുത്താൽ മതി. എന്നാൽ എനിക്കിതെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഈസ് ഓൾസോ എ ഡോക്ടർ. അപ്പോൾ പുള്ളിക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും കൂടിയും എനിക്കൊരു അൺനോൺ റീസണാണ്. എനിക്ക് എങ്ങനെ അത് വന്നതെന്ന് കൂടി എനിക്കറിയത്തില്ല. ബട്ട് എനിക്കിത് സംഭവിച്ചു. അത് ട്രീറ്റ് ചെയ്യാണ്ടിരുന്നതിൻ്റെ പേരിലായിരിക്കും അത് കുറച്ചൊന്ന് അതിൽ കടന്നു പോയി, വേഴ്സായി, വളരെ മോശമായി. ഞാൻ ഫുൾ ടൈം എനിക്ക് ഇരുട്ട് മുറിയിൽ മാത്രമേ ഇരിക്കാൻ ഇഷ്ടമുള്ളൂ. എനിക്ക് ഈ ജനലിൻ്റെ ഒരു ചെറിയ ലൈറ്റ് പോലും കണ്ടാൽ ഞാൻ എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര വെപ്രാളം വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി. പിന്നെയാണ് ഡോക്ടറെ കാണുന്നത്. അപ്പോൾ അതുവരെ ഞാൻ ആരെയും അറിയിച്ചില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ വളരെ മോശമായി തുടങ്ങിയപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഓക്കെ മേ ബി നീ ഒരു തേർഡ് പാർട്ടിയോട് സംസാരിക്കുക, എന്നോട് മാത്രം സംസാരിച്ചാൽ ശരിയാവില്ലായിരിക്കും, നീ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ നോക്കൂ. അങ്ങനെയാണ് ഖത്തറിൽ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്നതും. പുള്ളിക്കാരിയാണ് എനിക്കിത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണെന്ന് പറഞ്ഞു തരുന്നതും. പിന്നെ അവിടെ നിന്ന് മെഡിക്കേഷൻസ് ഒന്നും എടുത്തില്ല, അത്യാവശ്യം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും തെറപ്പീസ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതൊന്ന് റിക്കവർ ആയിക്കൊണ്ട്. എനിക്കൊന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഫാമിലിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്, പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഡോക്ടറാണ്, അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതെ, ആ സമയത്ത് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയത്. കാരണം ആ സമയത്ത് എൻ്റെ കൂടെയുള്ള പാർട്ട്ണർ അതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് ഒരാളോട് പോയി ഇത് പറയാൻ പറ്റില്ല. എനിക്ക് ഇന്ന പ്രശ്നമാണ്, ഞാൻ ഇതിലൂടെയാണ് കടന്നു പോകണമെന്ന് ഒരിക്കലും ഈ ഒരു പേഷ്യൻറ്റിന് പറയാൻ പറ്റില്ല. അത് പാർട്ട്ണർ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ ഒരു സഹായം കിട്ടിയത്. സോ പാർട്ട്നേഴ്സ് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അവയർനെസ് ഉണ്ട്, ആളുകൾക്ക് അവയർനെസ് ഉണ്ട്. ഞാനും റീസെൻ്റ്ലി ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. ഈ പാൻഡമിക്കിന് ശേഷം ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിന് പേഷ്യൻ്റായിട്ട് കൂടുതൽ പേഷ്യൻ്റ് വന്നിട്ടുള്ളത് ഐ ഡോക്ടേഴ്സും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള പേഷ്യൻറ്റുമാണ്. ബിക്കോസ് ഈ കോവിഡ് സമയത്ത് കൂടുതൽ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്ത് കണ്ണിന് പ്രശ്നങ്ങൾ വന്നു. അതുകൂടാതെ സൈക്കോളജിക്കൽ ഇഷ്യൂ, ലോൺലെസ് ഫീൽ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ഞാൻ ആർട്ടിക്കിൾ വായിച്ചതാണ്. അപ്പം ഇപ്പോൾ ആൾക്കാരത് നോർമലാണ് ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞാൽ. ഒത്തിരി അവയർനെസ് ഉണ്ട്, സോഷ്യൽ മീഡിയക്കുള്ള ആൾക്കാർക്കറിയാം. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് ആൾക്കാർ കാണുന്നു. പക്ഷേ ഇപ്പോൾ കൃഷ്ണയെ പോലെ ഒത്തിരി പേര് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സൊസൈറ്റിക്ക് അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. കാര്യം ഈ ഒരു പ്രശ്നത്തിൽ കൂടെ പോയിട്ടുള്ളവർക്കും ചിലക്കിനി ഫ്യൂച്ചറിൽ വന്നാൽ അയ്യോ മറ്റേ കുട്ടിക്കുണ്ടായ അതേ പ്രശ്നമാണല്ലോ എനിക്കും ഫേസ് ചെയ്യുന്നുള്ളൊരു ഫീല് വരും. അല്ല, ഇതൊരു വലിയ പ്രശ്നമല്ല എന്ന് വിചാരിക്കുക. കാരണം ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പലരും വിചാരിക്കുന്നത്, ഞാൻ വിചാരിച്ചു എനിക്ക് ഘട്ടത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല എന്ന്. ഞാൻ അന്ന് സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ
ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫ് തീരുകയാണ് ഡോക്ടർ, എൻ്റെ ലൈഫ് ഇവിടെ തീരുവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കരയുന്നത്. അത്രത്തോളം വേഴ്സായിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ ഇനി ഒരു വെളിച്ചം കാണില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇരുട്ടിലേക്ക് പോവാണ് എൻ്റെ ലൈഫെന്ന്. ഐ ഡോണ്ട് അത്രയും വേഴ്സായിരുന്നു ഞാൻ. പക്ഷേ അങ്ങനൊന്നും ഇല്ലാതെ ഡിലേ വന്നതുകൊണ്ടാണ്. ഇതിനെ ആദ്യമേ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ കുഴപ്പമില്ല. ഈ ഇൻ്റർവ്യൂ കേൾക്കുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി തന്നെ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവുക. അതെ, അത് തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ പാർട്ട്നേഴ്സ് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനേക്ക് എടുത്ത് കൊണ്ടുപോകുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. ഇത് ക്യൂർ ചെയ്യാവുന്നതേ ഉള്ളൂ, ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷൻ കൃഷ്ണ ഓവർകം ചെയ്തതിന് ശേഷം കൃഷ്ണ ഒരു ഡിസിഷൻ എടുത്തായിരുന്നു. എന്തായിരുന്നു അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? എനിക്ക് കാരണം ഈ ഒരു ഫേസ് എൻ്റെ ലൈഫിൽ ഞാനൊരു ഭയങ്കര ഹാപ്പി പേഴ്സണാണ്. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിലാണ് ഇത്രയും ഒരു വലിയൊരു എന്തോ നടക്കണമെന്ന് പോലും എനിക്കറിയില്ല. രാവിലെ എണീക്കാൻ എനിക്ക് പറ്റത്തില്ല. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഫുൾ ജോയിൻറ്റ്സ് ഒക്കെ പെയിനാണ്, മസിൽസ് ഒക്കെ പെയിനാണ്, ചിരിക്കാൻ പറ്റത്തില്ല. കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വേറെ ആരെയോ കാണുന്നത്, എന്നെ അല്ല ഞാൻ കാണുന്നത്. ബാത്റൂമിൽ കയറി ഡോർ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചാടി പുറത്തിറങ്ങും, എനിക്ക് പേടിയാണ്. അപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുകയാണ്, നമുക്ക് തന്നെ അറിയണില്ല എന്ത് സംഭവിക്കണമെന്നുള്ള. എന്നാൽ വളരെ നോർമലാണ്, നമുക്കൊരു അബ്നോർമാലിറ്റി ഒന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ചില ആങ്സൈറ്റി, ഫിയർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഫുൾ ടൈം കരയണമെന്ന് തോന്നുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് എന്നെപ്പോലെ ഒരാൾക്ക് എങ്ങനെ സംഭവിക്കണം എന്നുള്ള ഇടയ്ക്ക് ഇരുന്ന് ചിന്തിക്കുകയും ചെയ്യും. ഹൗ ഡിഡ് ഐ ബിക്കം ലൈക്ക് ദിസ്? അല്ലെങ്കിൽ ഞാൻ ഇത്ര വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്, വളരെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നല്ല പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നു, നല്ല ബുക്സ് വായിക്കുന്നു. ഇങ്ങനെയുള്ള എനിക്കിതെന്താ സംഭവിക്കണമെന്ന് എനിക്ക് തന്നെ മനസ്സിലാവാത്തൊരവസ്ഥ. അവിടെ നിന്നാണ് ഞാനിങ്ങനൊരു കാര്യം ഓവർകം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം. നമ്മൾക്ക് സ്ത്രീകൾക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. സ്ത്രീകൾ ഒരിക്കലും തിരിച്ചറിയാത്തൊരു കാര്യമാണ്, അവരുടെ ഉള്ളിൽ അവർ പോലും അറിയാത്തൊരു സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ള ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്തിനേയും ഓവർകം ചെയ്യാൻ പറ്റും. ഒരു ഫിനിക്സ് ബേർഡിൻ്റെ കൂട്ട് നമുക്ക് എന്തിനേയും ഓവർകം ചെയ്യാനുള്ള പവർ ഒരു ലേഡിക്കുണ്ട്. ആ ഒരു പവർ നമ്മൾ തിരിച്ചറിയേണ്ടത് ചിലപ്പോൾ ഒരാളുടെ ഒരു ഹെൽപ്പ്, ചിലപ്പോൾ ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ ശരിയാവുമായിരിക്കും. ഫാമിലി മെമ്പർ ആവാം, ഔട്ട്സൈഡ് പേഴ്സൺ ആവാം, ഫ്രണ്ട്സ് ആവാം, ആരെങ്കിലും ആവാം. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി, ഇങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നെ ഹീൽ ചെയ്യാനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ യോഗ, പിന്നെ പ്രാണിക് ഹീലിംഗ്, പിന്നെ മെഡിറ്റേഷൻ, പിന്നെ ആകാശിക് ഹീലിംഗ്, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നൊരു സംഭവത്തിലേക്ക് എത്തിപ്പെടുന്നത്. എന്നെ ഫൈനലി എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും എന്നെ ഏറ്റവും ഹാപ്പി ആക്കിയതും ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടു. മേ ബി ഞാൻ ഡാൻസർ ആയതുകൊണ്ടായിരിക്കാം എന്ന് ആൾക്കാർ ചിന്തിക്കും, മേ ബി ആയിരിക്കാം. അതായത് മ്യൂസിക്കിൻ്റെ എലമെൻ്റൊക്കെ ഉണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഡാൻസ് അറിയണമെന്നില്ല ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി ചെയ്യാൻ, അത് മറ്റൊരു വശം. പക്ഷേ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായത് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയാണ്. അപ്പോൾ അതും കൂടി ചെയ്ത ശേഷമാണ് ഞാൻ വിചാരിച്ചു എനിക്ക് സൈക്കോളജി പഠിക്കണം. അങ്ങനെയാണ് ഞാൻ കോഴ്സറയിൽ നിന്ന് ഞാൻ മാർട്ടിൻ സെലിഗ്മാൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ നിന്ന് സൈക്കോളജിയുടെ പോസിറ്റീവ് സൈക്കോളജി ഒരു കോഴ്സ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. അതെല്ലാം ഇല്ല, അതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി ഇപ്പോൾ ഞാൻ അതിൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ ജനുവരി ആകുമ്പോഴേക്കും ഐ ക്യാൻ, അത് കഴിഞ്ഞ് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഐ ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് വർക്ക്ഷോപ്സ് ആൻഡ് ഓൾ. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇത് ആക്ച്വലി ഒരു പുതിയൊരു അവയർനെസ് ആണ് ആളുകൾക്ക്. അതെ. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. കാരണം ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്തുകൊണ്ട് വൈ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി സോ ഇമ്പോർട്ടൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു കൗൺസിലിങ്ങിന് ഒരിടത്ത് പോയിരുന്നിട്ട് ചിലപ്പോൾ എനിക്ക് ഇന്ന പ്രശ്നങ്ങളെന്ന് വാഗോണ്ട് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് തുറന്ന് പറയാൻ എല്ലാവരെ കൊണ്ടും സാധിക്കത്തില്ല. അതിന് കുറേ ഒരു പവർ വേണം. അത് ആ പവർ പലപ്പോഴും നമുക്ക് കാണത്തില്ല. ആ സമയത്താണ് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സംസാരിക്കേ വേണ്ട, ദ ബോഡി വിൽ സ്പീക്ക്, വി വിൽ മേക്ക് ദ ബോഡി സ്പീക്ക്, ദാറ്റ് ഈസ് ദ തിങ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വി വിൽ ആസ്ക് ദം ടു മൂവ് ദെയർ ബോഡി. അതിന് കുറച്ച് മ്യൂസിക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവരോട് പറയും. അപ്പം അവരുടെ ബോഡിയിൽ എവിടെയാണോ ടെൻഷൻ ഫീൽ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ പറയും ആ ടെൻഷൻ ഫീൽ ചെയ്യുന്ന ബോഡി പാർട്ട് മൂവ് ചെയ്യാൻ പറയും. അങ്ങനെ ബോഡിയിലൂടെ നമ്മൾ പെയിൻ റിലീസ് ചെയ്യുവാണ്. സോ ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ടെക്നിക്കാണ് ടു റിലീസ് പെയിൻ. ആൻഡ് ശരിക്കും ഇതിന് റിസൾട്ട് നന്നായി കിട്ടുന്നുണ്ട്. ഇത് US-ലൊക്കെ വളരെ എന്താ പറയുന്നത്, ഇന്ന് വളരെ എല്ലാ ഹോസ്പിറ്റൽസിലും ദേ ആർ പ്രാക്ടീസിങ് ദിസ് തിങ്. ഡാൻസർ ആവണമെന്നൊന്നുമില്ല,
ഈ ലൈക്ക് എന്താണ് ഇതിനൊരു ഡാൻസർ ആവണമെന്നില്ല, ഇതിന് കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടത്തിൻ്റെ അടവിൻ്റെ ബേസ് ഒന്നും ആവശ്യമില്ല. ഇത് എനിബഡി ക്യാൻ ഡു ആൻഡ് ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഇത് സൗത്ത് ഇന്ത്യയിൽ ആർക്കും ഇപ്പോൾ അറിയില്ല ഇതിനെ പറ്റിയിട്ട്. ഇതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൃഷ്ണയ്ക്ക് ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ട്, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ കുറച്ച് പേര് ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്തുള്ള കൃഷ്ണേന്ദു എന്നൊരു പുള്ളിക്കാരത്തി ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് പേരെ ഇത് ചെയ്യുന്നുള്ളൂ, കാരണം ഇത് അധികം പേർക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. ഇത് US നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഞാനിപ്പോൾ ചെയ്യുന്ന സിംടൈ എന്ന അക്കാഡമി, അതിൻ്റെ പ്രിൻസിപ്പൽ ഷീസ് ഓൾസോ ഫ്രം US. അപ്പം എന്ന് വെച്ചാൽ പുള്ളിക്കാരി അവിടെ നിന്ന് പഠിച്ചിട്ട് വന്ന ശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ് ബാംഗ്ലൂരിൽ. അപ്പോൾ ഇത് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് കാരണം നമ്മുടെ ബോഡി നമ്മുടെ ഇമോഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ത്രൂ ബ്രീതിങ്, ത്രൂ ഡാൻസ്, ബോഡി അവെയർനെസ്, അല്ലെന്നുണ്ടെങ്കിൽ ത്രൂ മൂവ്മെൻറ്റ്സ്, ത്രൂ മ്യൂസിക്, ഇതിലെല്ലാം കൂടി നമ്മുടെ ബോഡിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചൊരു അവെയർനെസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്നിട്ട് വി ഹെൽപ്പ് പീപ്പിൾ ഹീൽ. ദിസ് ഈസ് എ തിങ്. സോ എനിക്കിത് ഹീലായ ശേഷം എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് ഈ സംഭവം ചെയ്ത ശേഷം എനിക്ക് തോന്നുന്നു ഞാനൊരു എത്ര സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചെന്ന് എനിക്കറിയില്ല, അതിനെക്കാട്ടിലൊക്കെ എനിക്ക് കിട്ടിയ ഒരു റിലീഫായിരുന്നു ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അത് എനിക്ക് തോന്നുന്നു വേർഡ്സിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഇത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എനിക്കതൊരു പ്രചോദനം കിട്ടിയത്. ദാറ്റ് ഐ വോണ്ട് ടു ഡു ദിസ് ആൻഡ് ഐ വോണ്ട് ടു മേക്ക് ആൻ അവെയർനെസ് അബൌട്ട് ദിസ് പ്രോഗ്രാം. എന്നിട്ട് ഒരുപാട് പേരിലേക്ക് എത്തിക്കണം, ഒരുപാട് പേരെ ഹീൽ ചെയ്യണം. ഇന്ന് ഹെൽപ്പ് എനിക്കില്ല, എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനില്ല എന്ന് ബുദ്ധിമുട്ടുന്ന ഓരോ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും, ഞാൻ കൂടുതലും സ്ത്രീകളാണ് ഫോക്കസ് ചെയ്യുന്നത്, ബട്ട് കൂടുതൽ ഓരോ വ്യക്തിക്കും ഇതൊരു സഹായമാവുമെങ്കിൽ ആകട്ടെ. ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേർക്ക് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയാം. ഞങ്ങൾ ഒത്തുചേർന്ന് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യണം എന്നുണ്ട്. കൃഷ്ണ സംസാരിക്കുമ്പോൾ തന്നെ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൃഷ്ണ ആ ഒരു കാലഘട്ടത്തിലൂടെ ഒന്ന് തിരിച്ചു പോയെന്ന് തോന്നുന്നല്ലേ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം നമ്മൾ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ, ഇപ്പോൾ ചില കുട്ടികളൊക്കെ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഡിപ്രഷൻ. ഞാൻ പറയാറുണ്ട്, പ്ലീസ് ഡോണ്ട്. കാരണം യു ഡോണ്ട് നോ ഹൗ പെയിൻഫുൾ ഇറ്റ് ഈസ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് വെറുതെ പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമല്ല. നമുക്കൊന്ന് ചിരിക്കാൻ പോലും പറ്റില്ല, കാരണം മസിൽസൊക്കെ വേദനിച്ചിട്ട് അതൊരു വളരെ പെയിൻഫുള്ളായിട്ടുള്ള അവസ്ഥയാണ്. വെറുതെ പോലും നമ്മൾ ഡിപ്രഷൻ എന്നും പറയരുത്, കാരണം അത് വരാതിരിക്കട്ടെ ആർക്കും. അതെ, അല്ല അതുകൊണ്ടാണ് അത് മലയാളത്തിൽ വിഷാദം എന്നുള്ള വേർഡ് തന്നെ പറയുന്നത്. അതെ, സങ്കടമെന്നോ വിഷമെന്നോ അല്ല, വിഷാദം എന്ന് പറയുന്ന ആ വിഷാദം എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ അതിൻ്റെ പൂർണ്ണതയുണ്ട്. ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിന്ന് വളരെ പോസിറ്റീവാണ്. എനിക്കറിയാം ദാറ്റ് ദർ ആർ ലോട്ട് ഓഫ് ഹീലിംഗ് ടെക്നിക്സ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഞാനിന്ന് ചെയ്യുന്നത്, ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി. കേൾക്കുന്ന പ്രേക്ഷകരും മനസ്സിലാക്കട്ടെ, ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റും ഡിപ്രഷനും ഉണ്ട്. അതിൽ കൂടെ ഓവർകം ചെയ്ത് തന്ന കൃഷ്ണയുടെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇതിനകത്ത് ബ്രീതിങ് വരുന്നുണ്ട്, ഇതിനകത്ത് കുറച്ച് യോഗ വരുന്നുണ്ട്, ഇതിനകത്ത് മ്യൂസിക് വരുന്നുണ്ട്, ഇതിനകത്ത് ഡാൻസ് വരുന്നുണ്ട്, ഇതിനകത്ത് സ്പേസ് അവെയർനെസ് ഉണ്ട്, മെമ്മറി അവെയർനെസ് ഉണ്ട്, ആൻഡ് വാട്ട് നോട്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. സോ നിർഭാഗ്യവശാൽ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് ക്യാപ്ചർ ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അല്ലാന്നെങ്കിൽ ആൾക്കാർക്ക് അവയർനെസ് ക്യാമ്പയിനായിട്ട് ചെയ്യാൻ വരുന്നില്ല. അതെ, ഇത് കാരണം ഇതൊരു ഫുൾ ഒരു സെഷൻ ആയിട്ടാണ് ആൾക്കാരുടെ ഐഡന്റിറ്റിയും പേഴ്സണൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ. അതെ. പക്ഷേ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസിൽ കൂടെയൊക്കെ സംസാരിച്ച് കൃഷ്ണയ്ക്ക് തന്നെ കൃഷ്ണയുടെ സോഷ്യൽ മീഡിയ വഴി ഇതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതെ, ഞാനിപ്പോൾ അത് ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷേ ഇത് എല്ലാവർക്കും മനസ്സിലായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ ഈ സംഭവം എന്നുള്ളത് ആൾക്കാർക്ക് വേഗം മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ആൾക്കാരെ ഇത് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് ഈസി. നമുക്കിതൊരു വർക്ക്ഷോപ്പ് പോലെ കുറച്ച് നമുക്ക് ചെയ്യാം. വി ക്യാൻ ഡു ഹീലിംഗ്. ബട്ട് ഞാൻ വിചാരിക്കുന്ന 2026 തൊട്ട് ഇതെൻ്റെ ഒരു മെയിൻ എൻ്റെ ലൈഫിൻ്റെ ഒരു മേജർ പാർട്ട് ഇതായിരിക്കും. ദാറ്റ് ഐ വിൽ ബി ഹീലിംഗ് പീപ്പിൾ ത്രൂ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി. ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ. എനിക്കൊന്നൊരു ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് ട്രിവാൻഡ്രത്ത് വീണ്ടും സെറ്റിലായി വീണ്ടും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ കൂടെ എനിക്ക് കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? കാരണം 15 വർഷമായിട്ട് ഞാൻ ഖത്തറിലായിരുന്നു. ഇപ്പോൾ ഈ വർഷമാണ് ഞാനിപ്പോൾ 2 മാസമേ ആയുള്ളൂ ട്രിവാൻഡ്രത്ത് വന്നിട്ട്. ഈ വർഷം ഞാനിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വന്നേക്ക് ഇവിടെ കുറച്ച് നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് ലൈഫിൽ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ദിവസം മിസ് ചെയ്യുന്നുണ്ടോ? ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഫാമിലി ഇവിടെ കൂടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മക്കളെ ഞാനിപ്പോൾ ഈ വർഷം ഇവിടെ ചേർത്തു, ട്രിവാൻഡ്രത്ത് ചേർത്തു.
അപ്പോൾ അത് കാരണം ഫാമിലി മിസ് ചെയ്യുന്നില്ല, ഹസ്ബൻഡ് പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ ഞാൻ മിസ് ചെയ്യുന്നത് എൻ്റെ ഡാൻസ് സ്കൂൾ ഖത്തറിലെ സ്വസ്തി. അപ്പോൾ അത് പക്ഷേ ഇന്ന് ഇടയ്ക്ക് എന്തെങ്കിലും എപ്പോഴൊന്നും പോയി വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. പക്ഷേ എനിക്കിവിടെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാം കൂടി കൊണ്ട് എനിക്ക് ഒരു വർഷമെങ്കിലും എനിക്ക് നാട്ടിൽ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു ഫാമിലി ലേഡിയാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം സിനിമയുടെ അത്രയും പീക്ക് നിന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്ത് നേരെ ഫാമിലി ലൈഫിലോട്ട് പോയത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലൈഫ് സ്വപ്നം കണ്ടതോടെ കൊണ്ടാണല്ലോ. അത് മാത്രമല്ല, ഇപ്പം എന്നോട് ഇടയ്ക്ക് സിനിമകളൊക്കെ വരുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട്, ഇത്ര നാൾ ഗ്യാപ്പുണ്ട്, ഇത്ര നാൾ വേണം ഞങ്ങൾക്ക്. അതുപോലെ സീരിയലിനാണെങ്കിലും സ്കെഡ്യൂൾ ഇത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലരും എന്നോട് ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു സിനിമ വെച്ചിട്ട് വാസ് എ ലേഡി ഡയറക്ടർ. പുള്ളിക്കാരി എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു, സി മാം ചൂസ് വൺ, ഫാമിലി ആണോ ഇമ്പോർട്ടൻറ്റ്, ഈ കരിയർ ആണോ ഇമ്പോർട്ടൻറ്റ്. നാളൊരു കാലത്ത് മാമിൻ്റെ മക്കൾ തന്നെ പറയും ദാറ്റ് അമ്മയോട് ഞങ്ങൾ പറഞ്ഞോ സിനിമ ചെയ്യേണ്ട എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചിട്ട് വേണം സിനിമകളൊക്കെ വേണ്ടാന്ന് വെക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പക്ഷേ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ മക്കൾ, ഞാൻ ഭയങ്കര ഒരു ഹസ്ബൻഡും മക്കളെന്നൊക്കെ പറഞ്ഞാൽ അതാണ് എൻ്റെ ലൈഫ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ, ഞാൻ ഇത്തിരി ഒന്ന് സാക്രിഫൈസ് ചെയ്താലും എൻ്റെ കുട്ടികൾക്ക് എന്നെ ഒരു നിമിഷം പോലും മിസ്സാവരുത്. അവരുടെ അമ്മയുടെ കൂടുതലൊരു മൊമെൻറ്റ് അവർക്ക് മിസ്സാവരുത്. സ്കൂളിൽ നിന്ന് ഓടി വരുമ്പോൾ ഹഗ് ചെയ്യാൻ, അവർക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കാൻ ഐ ഷുഡ് ബി ദെയർ. അവിടെ മെയ്ഡ് ആവരുത്, മെയ്ഡിന് പകരം എപ്പോഴും ഞാനുണ്ടാവണം എന്നുള്ളൊരു, മേ ബി അതൊരു ആക്രാന്തമായിരിക്കും, പക്ഷേ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ലൈഫ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും സിനിമകൾ എനിക്കിപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെക്കുന്നത്. മേ ബി എൻ്റെ കുട്ടികൾ ഇത്തിരി വലുതാവട്ടെ എന്ന് കരുതി. അല്ല, കൃഷ്ണ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യല്ല ചെയ്യുന്നത്. കൃഷ്ണയ്ക്ക് ഇഷ്ടമുള്ള വേറൊരു മേഖലയിലോട്ട് പോയി, അത് കുടുംബവുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഡാൻസും കൂടെ. ഞാൻ എന്തായാലും ഡാൻസ് ചെയ്യുന്നുണ്ട്, എൻ്റെ പാഷൻ ഞാൻ എന്തായാലും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമ ചെയ്യാന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. എനിക്കൊന്ന് ഇനിയിപ്പം ട്രിവാൻഡ്രത്താണ്, അപ്പം അതിന് ആപ്റ്റായിട്ടുള്ള ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല റോൾസ് വന്നാൽ ഡെഫിനറ്റായിട്ടും ചെയ്യാം. അതുപോലെ ഡാൻസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാം, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാം. അപ്പം ഇപ്പോൾ ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്താണ് ഫാമിലി ലൈഫിൻ്റെ കൂടെ ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കൃഷ്ണയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നാൽ നോക്കാം, കാരണം ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പം കുട്ടികളെ അവർക്ക് എന്നെ മിസ് ചെയ്യാണ്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അവരെ മിസ് ചെയ്യുന്നതല്ല, അവരെന്നെ മിസ് ചെയ്യരുത്. അവരുടെ ലൈഫിൽ ഒരു പോയിന്റിൽ പോലും അവർ ചിന്തിക്കരുത് ആ ഒരു ഘട്ടത്തിൽ അമ്മ എൻ്റെ കൂടെ ഇല്ലായിരുന്നു അല്ല, അവർ ചിന്തിക്കരുത്. അപ്പം അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷ്ണയുടെ ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കാര്യം, കൃഷ്ണ ഇപ്പോഴും വീണ്ടും എടുത്തു പറഞ്ഞായിരുന്നു, ആ ഒരു സ്ട്രെസ് പീരീഡിൽ നിന്ന് കൃഷ്ണ ശരിക്കും ഓവർകം ചെയ്തത് ഒരു ഫാമിലിയുടെ സപ്പോർട്ടാണ്. രണ്ടാമത് ഫാമിലി എപ്പോഴും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ സിനിമ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ഒരൊറ്റ ആൻസർ, എനിക്ക് എല്ലാവരോടും ഇത് പറയാനും പറ്റില്ല. അതായിട്ട് എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് അങ്ങനെ പറയാനും പറ്റില്ല. ബട്ട് ദിസ് ഈസ് ദ തിങ് ദാറ്റ് എനിക്ക് മൈ കിഡ്സ് ഷുഡ് നോട്ട് മിസ് മീ. അവരുടെ ഒരു പോയിന്റിൽ പോലും അവരെന്നെ മിസ് ചെയ്യരുത് എന്നുള്ള ഒരു അമ്മയുടെ ഒരു ആക്രാന്തമായിരിക്കാം. മനസ്സിലായി. അപ്പോൾ കൃഷ്ണ എൻജോയ് ചെയ്യുന്നൊരു മൊമെൻറ്റ്സ് ആണ് ഫാമിലിയുടെ കൂടെ ഉള്ളത്. അപ്പം സിനിമ പോലെ തന്നെ എൻജോയ് ചെയ്യുന്നതാണ് കുടുംബമായിട്ടുള്ള നിമിഷങ്ങൾ. അപ്പം അതുകൊണ്ടൊരു വിഷമം ഒരിക്കലും തോന്നുന്നില്ല. ഇല്ല, എനിക്ക് വിഷമം, ഞാൻ ലൈഫിലെടുത്ത ഓരോ ഡിസിഷൻസിലും ഞാൻ വിഷമിക്കുന്ന ആളല്ല. ഞാൻ ലൈഫിലെടുത്ത ഓരോ തീരുമാനങ്ങളും റൈറ്റ് ആയിരുന്നു എന്ന് പിന്നെ എനിക്ക് കാലം തെളിയിച്ചിട്ടുണ്ട്. ആൻഡ് ഐ എം ഹാപ്പി അബൌട്ട് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്, ഈവൻ ദ ഡിപ്രഷൻ ഓൾസോ. അതിനുശേഷം ഞാൻ പഠിച്ചത് ഒരുപാട് കാര്യങ്ങളാണ്. അതിനുശേഷം ഞാൻ പഠിക്കാത്ത ഒരുപാട് മേഖലകളിലൂടെ പോയി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എനിക്കിന്ന് എന്താ പറയുന്നത്, എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരാളെ എനിക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഒരു സംഭവം വന്നതുകൊണ്ടല്ലേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ കൃഷ്ണയുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, വളരെ കോൺഫിഡൻ്റ് ആണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഓവർകം ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ പണ്ടത്തെ കാലം പോലെയല്ല, ഇന്ന് ആരും തന്നെ ഓക്കെ എനിക്കിങ്ങനൊരു അവസ്ഥ വന്നു, എൻ്റെ ലൈഫ് തീർന്നു പോയോ എന്ന് എന്നെപ്പോലെ ചിന്തിച്ച് കരയേണ്ട കാര്യമില്ല. എല്ലാത്തിനും ഇന്ന് മാർഗ്ഗങ്ങളുണ്ട്. സോ ദർ ആർ മെനി ഓപ്ഷൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്ത ഒത്തിരി പേർക്ക് ഇതൊരു നല്ലൊരു നോളജ് ഷെയറിംഗ് ആയിരിക്കും ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും.
ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൃഷ്ണയെ കണക്ട് ചെയ്യാം. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു അഡ്വൈസ് ഒക്കെ എടുക്കാൻ നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് അതിൻ്റെ ഒരു തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ആയതിനു ശേഷം അത് ഒഫീഷ്യലി ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ എന്നാലും അതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ആൾക്കാർക്ക് പുതിയ എന്താണ് നോളജുമാണ്. അതെ അതെ. ആൻഡ് പീപ്പിൾ ഷുഡ് നോ ദാറ്റ് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നൊരു സാധനം കൂടി ഉണ്ട് ഈ ലോകത്ത്. യോഗ, മെഡിറ്റേഷൻ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ആൾക്കാർ വിചാരിക്കുന്നത്. പിന്നെ കൗൺസിലിംഗ്, സൈക്കാട്രിക് അടുത്ത് പോവുക, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുക, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക, ഇത് മാത്രമല്ല. ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നൊരു സാധനം കൂടി ഉണ്ട് ഈ ലോകത്ത്. അത് തിരിച്ചറിയണം. അതിന് ഇനി ആയിക്കോളും. ഐ എം ഷുവർ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പെൺകുട്ടികൾ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഞങ്ങളിതിനെ പ്രൊമോട്ട് ചെയ്യും, ഞങ്ങളിതിനെ സൗത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. ഞങ്ങൾക്ക് ആ ഒരു ദൃഢനിശ്ചയമുണ്ട്. ആൻഡ് വി വിൽ ബ്രിങ് ഇറ്റ്. തീർച്ചയായിട്ടും ഉറപ്പായിട്ട് സംഭവിക്കട്ടെ. പിന്നെ കാലഘട്ടം മാറി, ആൾക്കാർക്കും ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു നോളജുണ്ട്. ഇതൊരു വിഷമങ്ങളായോ പ്രയാസങ്ങളായിട്ട് ആരും മനസ്സിൽ വയ്ക്കുന്നൊന്നുമില്ല, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി അതൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമാവട്ടെ. ഒരു ആക്ട്രസ് ആയിരുന്നു, ഡാൻസറായാണ്, പിന്നെ കല്യാണം കഴിച്ച് അമ്മയാണ്. അപ്പം ഈ ഇത്രയും റോളുകളിൽ ഏറ്റവും എൻജോയ് ചെയ്തിരുന്ന ഏത് ഫേസാണ്? ഞാൻ എല്ലാ ഫേസും എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിലെ ഓരോ ഫേസും. പഠിക്കുന്ന കാലത്തൊരു സ്റ്റുഡൻ്റ് ആയിരുന്ന കാലഘട്ടം എനിക്ക് ഇന്നും ഞാൻ വളരെ ചെറിഷ് ചെയ്യുന്ന ഓർമ്മകളാണ്. അത് കഴിഞ്ഞ് സിനിമയിലുണ്ടായിരുന്ന ഓരോ മൊമെൻറ്റും, ഒരു ഡാൻസ് ഷൂട്ടാവട്ടെ, ഒരു സോങ് ഷൂട്ടാവട്ടെ, അല്ലെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ് സീൻസ് എടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഫൈറ്റ് സീൻ, ഓരോന്നും എനിക്ക് ഞാൻ ഓർക്കുന്ന ഒരാളാണ്. ഓരോ സിറ്റുവേഷൻസ് എന്ത് രസമായിരുന്നു, അതെന്ത് അടിപൊളിയായിരുന്നു, ഓരോ സമയം ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വിവാഹത്തിലേക്ക് വന്നപ്പം വിവാഹ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഞാൻ ചെറിഷ് ചെയ്യുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് അമ്മയായി കഴിഞ്ഞപ്പോഴും ആ ലൈഫ് ഞാൻ ബ്യൂട്ടിഫുള്ളി എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കൃഷ്ണയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൃഷ്ണ അമ്മ എന്നുള്ള വേർഡ് പറയുമ്പോഴേ കൃഷ്ണ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ലൈഫിലെ എല്ലാ ഘട്ടങ്ങളും ഒരുപോലെ എൻജോയ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഒത്തിരി എക്സൈറ്റ്മെൻറ്റോടെ നോക്കിക്കാണുന്നതാണ് എൻ്റെ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നൊരു സാധനം. അത് സൗത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട്, ഒരുപാട് സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതെൻ്റെ ഒരു മിഷനാണ്. ഞാനത് ചെയ്യും. 2026 തുടക്കം. അതെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി. ഇപ്പം ഞാൻ അതിനുവേണ്ടി ഒരുപാട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ അതേ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ എനിക്കത് പ്രാക്ടിക്കലി ചെയ്തു തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. 2026 തൊട്ട് ഐ ക്യാൻ ഡു ഇറ്റ്. എന്തെങ്കിലും പുതിയ ഇപ്പം കൃഷ്ണയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് റോൾസോ അഡ്വർടൈസ്മെൻറ്റുകളോ വന്നു കഴിഞ്ഞാൽ കൃഷ്ണ ഇപ്പം നാട്ടിലുള്ളതുകൊണ്ട് കൃഷ്ണ സ്വീകരിക്കുമോ അതോ? ഇപ്പം കുട്ടികളുടെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഇപ്പം അവർക്ക് അല്ലെങ്കിൽ മനസ്സിലായല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഷൂട്ടിന് പോയി മാറി നിന്നിട്ട് കുട്ടികൾക്ക് എന്നെ മിസ് ചെയ്യാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ഷൂട്ട്, തീർച്ചയായിട്ടും എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ദിവസം പോയി ഷൂട്ട് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഡ്രീം റോള് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്നതാണ്. എനിക്കൊരു ഡാൻസറുടെ വേഷം ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു നല്ലൊരു ത്രൂ ഔട്ട് ഒരു ഡാൻസ് ചെയ്യുന്ന ഡാൻസറുടെ ഒരു വേഷം, അങ്ങനെ എന്തെങ്കിലും പണ്ട് ആഗ്രഹിച്ചിരുന്നു. ഇതൊക്കെ ഇപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല സംഭവം വരികയാണെങ്കിൽ ഇനിയും സംഭവിക്കട്ടെ. കാരണം ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇനി ഒരു വർഷത്തോളം ട്രിവാൻഡ്രത്ത് പെർമനന്റ് ആയിട്ട് കാണുമല്ലോ. ഒരു വർഷത്തോളം ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ സ്റ്റേജ് പെർഫോമൻസും പെർഫോമൻസസ് അത് കുറേ എനിക്ക് തോന്നുന്നു 100-150 സ്റ്റേജസോളം പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. ഇനിയും തീർച്ചയായിട്ടും ഇനിയിപ്പം സ്റ്റാർട്ട് ചെയ്യണം. എനിക്കൊന്ന് സോഷ്യൽ മീഡിയ അത്യാവശ്യം ആക്റ്റീവാണ്, ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്, റെഗുലറായിട്ട് പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഖത്തറിലായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒന്നുമില്ല, ആകെയുള്ളൊരു ഓപ്ഷൻ നമുക്ക്, ഞാൻ നോക്കുമ്പോൾ ആകെ ഇൻസ്റ്റാഗ്രാമാണ് ഉള്ളത് നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഡാൻസ് സ്കൂൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ടീച്ചേഴ്സ് ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അവരിങ്ങനെ വീട്ടിലൊക്കെ വരുമ്പോൾ പറയും, ചേച്ചി നമുക്ക് എന്തെങ്കിലും ഡാൻസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്, ചെറിയ റീൽസ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമൊക്കെ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ചേച്ചി പോസ്റ്റ് ചെയ്യുക, സാരമില്ല, ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ എൻ്റെ കൂടെയുള്ള കുട്ടികൾ പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എനിക്ക്
എനിക്ക് തോന്നുന്നു 1 lakhന് മേളിൽ ഫോളോവേഴ്സും ഉണ്ട്. നല്ല റീച്ച് നല്ല ഉള്ളൊരു സപ്പോർട്ടാണ് പേജാണ്. ഇൻസ്റ്റാഗ്രാമിൽ. നല്ല അവർ ഞാൻ എന്തൊരു പോസ്റ്റ് ഇട്ടാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഓഡിയൻസ് ഓഡിയൻസ് റെഗുലർ ആയിട്ടുണ്ടല്ലേ. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റുകളും കുറച്ച് സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും ഒക്കെ ഉറപ്പായിട്ട് ചെയ്യും. ഇൻസ്റ്റാഗ്രാം നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പ്രത്യേകിച്ച് ഓൾറെഡി ഒരു ബ്രാൻഡ് ഉള്ളതാണ് കൃഷ്ണയ്ക്ക്. അത് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അടുത്ത വർഷം ഒരുപക്ഷെ ഈ ഒരു ഡാൻസ് തെറാപ്പിയുടെ ഒഫീഷ്യൽ സർട്ടിഫിക്കേഷനൊക്കെ കിട്ടിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതും വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാം എന്നുള്ള പ്ലാറ്റ്ഫോം മാത്രം മതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പം അതിന് ആപ്റ്റായിട്ടുള്ള ഡെഫിനറ്റ്ലി കൃഷ്ണയെ കണക്ട് ചെയ്ത് അവർക്കൊരു ഹെൽപ്ഫുള്ളാണ്. അത്രയും പവർഫുള്ളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ ഒരു ഫേസ് ചെയ്യുന്ന ഓക്കം ചെയ്ത് വീണ്ടും ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം തന്നെയാണ് ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് ഡാൻസൊക്കെ. ഞാൻ എപ്പോഴും ഷൂട്ടൊക്കെ ചെയ്യുമെങ്കിലും പിള്ളേർ പറയും മാം പോസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ പറയില്ല, വേണ്ട, എവിടെയും പോസ്റ്റ് ചെയ്യണ്ട, ജസ്റ്റ് എടുത്ത് വെച്ചാൽ മതി, എനിക്ക് കണ്ടാൽ മതി. പക്ഷെ പിന്നെ അവരുടെ ഒരു നിർബന്ധമായിരുന്നു, ഓക്കെ ഇട്ടത് അങ്ങനെ 1 ഇട്ടു 2 ഇട്ടു അങ്ങനെയൊക്കെ ഇട്ട് തുടങ്ങി പിന്നെ എനിക്കത് പിന്നെ ഇഷ്ടമാവാൻ തുടങ്ങി അല്ലേ. കൃഷ്ണ, സിനിമ ലൊക്കേഷൻസിലെ മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എനിക്ക് മെമ്മറീസാണ്. വെൻ ഐ ലുക്ക് ബാക്ക് എനിക്ക് എല്ലാ സിനിമകളുടെ എല്ലാ സെറ്റിലുള്ള ഓരോ ദിവസങ്ങളും എനിക്ക് നല്ല മെമ്മറീസാണ്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നമ്മൾ അതിശയിച്ച് പോയൊരു കാര്യം ശിവകാശി ചെയ്യുന്ന സമയത്താണ് തമിഴിൽ. കാരണം ബ്രഹ്മാണ്ഡ സെറ്റാണ്. എന്നുവെച്ചാൽ അവരൊരു ഫുൾ മാർക്കറ്റൊക്കെ തന്നെ അങ്ങനെ സെറ്റിട്ട് വെക്കും. അപ്പോൾ ആ ഏരിയയിലൊന്നും ഒന്നും കാണത്തില്ല. മേ ബി അതൊരു ഗ്രൗണ്ട് ആയിരിക്കും, പക്ഷെ ചെന്ന് കാണുമ്പോൾ ഒരു ശരിക്കുള്ളൊരു മാർക്കറ്റ് പോലെ, അതുപോലെ വലിയ വലിയ ബിൽഡിങ്സ് അങ്ങനെ ഇങ്ങനെ, പിന്നെ മറ്റേ ഇത് മീനിൻ്റെ കടകൾ, കൊച്ചു കടകൾ എല്ലാം അതുപോലെ ആർട്ടിഫിഷ്യലി അങ്ങനെ എത്ര സെറ്റുകളാണെന്നറിയാം. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഓരോന്നും കണ്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള. അതുപോലെ ഫൈറ്റ് സീക്വൻസിലൊക്കെ ഓരോന്ന് എടുത്തെടുത്ത് പൊളിക്കുന്ന, അതെല്ലാം വലിയ വീടുകളെല്ലാം തന്നെ സെറ്റിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഭയങ്കര എനിക്ക്. പിന്നെ അതിനകത്തുള്ള ഡാൻസ് സീക്വൻസ്, സോങ്സ്, അത് തമിഴ്നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുറച്ച് കൂടുതലാണല്ലോ, ഹെവി ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ആയാലും അത്ര അധികം ഉണ്ടാവും. എല്ലാം നമ്മളിങ്ങനെ അതിശയിച്ച് പോകുന്ന മാതിരത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ മെമ്മറിയാണ്. അതിപ്പോഴും എനിക്ക് മെമ്മറിയാണ്. എപ്പോഴും വിജയ് സാറിനെ ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് ഐ ക്യാൻ ഓൺലി തിങ്ക് അബൌട്ട് ദോസ് മൊമെൻറ്റ്സ്. ആൻഡ് ഹീ ഈസ് വെരി ഡൗൺ ടു എർത്ത്. അത് പറയാൻ പ്രത്യേകിച്ച് തമിഴ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഡൗൺ ടു എർത്ത് ആണ്. വിജയ് സാറിനെ കുറിച്ച് എനിക്കൊന്ന് ഒരുപാട് പേരത് ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഇത് പറയുന്നുണ്ട്. സൂര്യ ആയാലും ഒത്തിരി പേര്. കാരണം പുള്ളി ഒരു ക്രൗഡിനിടയിലൊക്കെ നടന്നു വരുമ്പോൾ എത്രയോ അധികം എന്താ പറയുന്നത് സെക്യൂരിറ്റി സപ്പോർട്ടും ഒക്കെ ആയിട്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ അത്രയും ഒരു വലിയൊരു മനുഷ്യനാണ്. പക്ഷേ എന്താ പറയുന്നത്, വളരെ നല്ലൊരു പെരുമാറ്റവും നല്ലൊരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. ലൈഫിൽ ഞാൻ എല്ലാത്തിനെയും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പം ഓരോ വ്യക്തികളോട് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ലെസൺ കിട്ടും അവരുടെ അടുത്ത് നിന്ന്, എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപഠിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്തു നിന്നാണെങ്കിൽ ഡിസിപ്ലിൻ, അദ്ദേഹം ഭയങ്കര കൃത്യസമയത്ത് ലൊക്കേഷനിലെത്തുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, ഡിസിപ്ലിൻ കാര്യം. പിന്നെ ടൈമിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ. ഇപ്പോൾ മമ്മൂക്കയുടെ പഠിക്കുന്ന സമയത്താണെങ്കിൽ, വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചാൽ, അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു പെട്ടെന്നായിരിക്കും വലിയ ലോങ് ഡയലോഗൊക്കെ തരുന്നത്. അപ്പോൾ നമ്മൾ വേഗം അത് കാണാതെ പഠിച്ചിട്ട് മമ്മൂക്കയുടെ കൂടെ അത് പെർഫോം ചെയ്യുന്ന സമയത്ത് അതൊരു വല്ലാത്തൊരു, കാരണം പ്രോംപ്റ്റിംഗ് ഇല്ല. മറ്റ് പല സിനിമകളിലും ഉണ്ട്. മമ്മൂക്കൊക്കെ അത് മേ ബി ആ സിനിമയിലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അത് അവിടെ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കത് ഫുൾ കാണാതെ പഠിച്ച് തന്നെ ഞാൻ ഡയലോഗ്സ് ഒക്കെ ചെയ്യണമായിരുന്നു. അപ്പം അങ്ങനത്തെ ചില റൂൾസ് ഉണ്ട് വിച്ച് ഈസ് വെരി ഗുഡ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോംപ്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് ആർട്ടിഫിഷ്യൽ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ച് പറയുന്ന സമയത്ത് നാച്ചുറലായിട്ടാണല്ലോ വരുന്നത്. എനിക്ക് ആ സിനിമയിൽ അത് അനുഭവം എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എനിക്ക് കുറച്ചും കൂടി ഒന്നുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് അത് പഠിച്ചിട്ട് പറഞ്ഞതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ചില ലെസൺസ് അവിടെ നിന്ന് കിട്ടി. പിന്നെ മമ്മൂക്ക എടുത്ത് അവിടെ നിന്നാണെങ്കിലും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി വളരെ ക്ലീൻ ഈറ്റിങ്ങിൻ്റെ ഒക്കെ ആളാണല്ലോ. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ. പിന്നെ വിജയ് സാറിനടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നേച്ചർ എല്ലാവരോടും എത്ര നന്നായിട്ട് പെരുമാറുന്നത്, നമ്മളത് കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇടത്തുനിന്ന് നമ്മൾ ഓരോ ലെസൺസ് ആണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസാണ്.
കൃഷ്ണ, താങ്ക് യു സോ മച്ച്. റിവൈൻ വിത്ത് റിയാസിലെ 3rd എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് വന്നു. ഇത്രയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിലും ഒത്തിരി യൂസ്ഫുൾ ഇൻഫർമേഷനാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ടോക്ക് ഷോയിൽ കൃഷ്ണ പങ്കുവച്ചത്. അതുകൂടാതെ ലൈക്ക് എന്താണ് ഒരു ആർട്ടിസ്റ്റ് ആസ്പെക്ട്സിലുള്ളതും ഡാൻസർ ആസ്പെക്ട്സിലുള്ളതും എല്ലാം ഫാമിലി ലൈഫ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി അങ്ങോട്ടൊരു ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ? ഫ്യൂച്ചർ പ്ലാൻസ് എനിക്കിത് മെയിനായിട്ട് ഇതേ ഉള്ളൂ. എനിക്ക് കുറച്ച് എൻ്റെ ഇമോഷണലി ബുദ്ധിമുട്ടുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത് മേ ബി 2026 ഞാൻ അതിനൊരു പ്ലാറ്റ്ഫോം ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എനിക്കും എൻ്റെ മെൻറ്റേഴ്സ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഞങ്ങൾ മേ ബി അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ അതിനൊരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അതിന് പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ചിന്തിക്കും. ബട്ട് ഇപ്പോൾ അതാണ് മുന്നോട്ടുള്ള പ്ലാൻ. തീർച്ചയായിട്ടും ഇതൊരു നല്ല ഇനിഷ്യേറ്റീവാണ് കൃഷ്ണ. ഒത്തിരി പേർക്ക് അതൊരു യൂസ്ഫുൾ ആവട്ടെ. കൃഷ്ണ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ ഇനി അടുത്ത അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു സപ്പോർട്ട് തന്നെയായിരിക്കും. റിവൈൻ വിത്ത് റിയാസിലെ ഈ ഒരു എപ്പിസോഡിൽ സപ്പോർട്ട് ചെയ്ത കൃഷ്ണ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എല്ലാ പ്ലാൻസിനും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്. So thank you so much. Thank you very much, Riyaz. It was great talking to you for some time. ഈ ഒരു കുറച്ച് സമയം എനിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഞാനും ഒരുപാട് വർഷം പുറത്തായിരുന്നു. എനിക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ഒരു വേദിയിലൂടെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റി. സോ താങ്ക് യു വെരി മച്ച് ഫോർ ഹാവിങ് മീ. ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരും ബാലേട്ടനിലെ ലാലേട്ടൻ്റെ അനിയത്തിയെയും ശിവകാശിയിലെ വിജയുടെ സിസ്റ്ററിനെയും അതുപോലെ പരുന്തിലെ മമ്മൂക്കയുടെ നായികയും വീണ്ടും യൂട്യൂബിൽ പോയൊന്ന് കാണണം. ആ ആളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൂടാതെ പുള്ളിക്കാരുടെ ഇൻസ്റ്റാ പേജുണ്ട്. ഇൻസ്റ്റാ പേജിലും ഫോളോ ചെയ്യുക. അപ്പം ഒത്തിരി ഡാൻസിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. അതുകൂടാതെ അടുത്ത വർഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കൃഷ്ണ ബിൽഡ് ചെയ്യാണ്. അതിന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം. നിങ്ങൾക്കും മ്യൂച്വലി പുള്ളിക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്, റിയാസ്. താങ്ക് യു.